പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ കിടന്ന് ഞങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ സാധ്യമല്ല. വേഗം റെഡിയോ പ്രിയ. ജയ, എന്താ മോനെ നീ പറയുന്നേ? എന്താ അളിയത്? കാര്യം നമ്മളൊക്കെ തമ്മില് സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് അളിയൻ അന്യനല്ലാന്ന് തോന്നുന്നത് കൊണ്ടാ. അളിയൻ ഈ കുടുംബാംഗം അല്ലേ അളിയ? എന്നെങ്ങനെ കരയത്തിക്കല്ലേ അളിയ, എനിക്ക് സഹിക്കാൻ പറ്റൂല. അളിയൻ എങ്ങും പോരുത്. അളിയനില്ലെങ്കിൽ ഈ കുടുംബത്തിന് ഒരു താളവും ഇല്ല, ഓളവും ഇല്ല. അങ്ങനെ പറയല്ലേ അളിയ. മതിയല്ലേ? എന്നാ ശരി, ഞാൻ പോകുന്നില്ല അളിയ. നിങ്ങളെയൊക്കെ കരയിപ്പിച്ചിട്ട് പോയാ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല അല്ലേ? അമ്മേ, എന്താ ആദ്യം ചെയ്യേണ്ടത്? നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, കോലോത്ത മഹാറാണി. അവള് ഒന്ന് വേണമെങ്കിൽ ചെയ്യട്ടെ. അല്ല, ഋതിക അമ്മ അടുക്കളയിൽ കേട്ടത്തില്ലല്ലോ, അതായിരിക്കും ഇങ്ങോട്ട് വരാത്തെ. അമ്മ എത്ര വഴക്കിട്ടാലും ആ കുട്ടിക്ക് അമ്മയോടൊപ്പം നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാ. എനിക്ക് അവളെ അത്ര ഇഷ്ടമൊന്നുമല്ല. നമ്മളെ കൊണ്ട് അങ്ങനെ പണിയെടുപ്പിച്ച് അവൾ അങ്ങനെ ആഹാരം കഴിക്കണ്ട. വലിയ കോവിലകത്തെ കൊച്ചല്ലേ അമ്മേ, അവൾക്ക് ഇതൊന്നും അറിയത്തില്ല. ആഹാ, നീ എന്തോ ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കിടന്ന് ഉരുളുന്നേ. ചിലപ്പോഴൊക്കെ അവളുടെ പക്ഷം, ചിലപ്പോഴൊക്കെ അവളോട് ഉടക്ക്. അമ്മയ്ക്ക് അവളോട് ഉടക്കുള്ളതുകൊണ്ടാ എനിക്കും അവളോട് ഉടക്ക്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമൊന്നും എനിക്ക് അവളോടില്ല. ഓഹോ, അപ്പൊ അത് ശരി. അപ്പൊ എല്ലാവരും അവളുടെ കൂടെ, ഞാൻ ഒറ്റ. ഞാൻ പറയുന്നതെല്ലാം തെറ്റ്. അമ്മേ, ഋതിക ഇങ്ങോട്ട് വരുന്നുണ്ട്. വഴക്കൊന്നും പറയല്ലേ അമ്മേ. നീ പോയി എവിടുന്ന്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പോ. അതുവേ ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവൾക്ക് മോളോട് ഭയങ്കര സ്നേഹമാ. ഇപ്പൊ എന്നോട് റെക്കമെൻഡ് ചെയ്തു മോളോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്. രാധമേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കള്ളത്തിനെ കാണിക്കുന്ന എന്തിനാ? നമുക്ക് ഉള്ള സത്യം പ്രിയച്ചോട് പറഞ്ഞാലോ? ഇപ്പൊ അത് വേണ്ട. അതിനൊരു അവസരം ഒത്തുവരും. അപ്പൊ നമുക്ക് സസ്പെൻസ് പൊട്ടിക്കാം. എന്തായാലും വലിയൊരു ആപത്തിന്ന് വർമ്മസാറും രാജുവും രക്ഷപ്പെട്ടു. ദൈവത്തിന് നന്ദി. അല്ല, മോളനോട് എത്ര കൃത്യമായിട്ട് പറഞ്ഞു രാജുവിന് ഒരു കുഴപ്പം വരില്ല എന്ന്. മോളുടെ കോൺഫിഡൻസ് സമ്മതിച്ചേ പറ്റൂ. രാജു ഒരു തെറ്റും ചെയ്യില്ല, എന്റെ അച്ഛനും ചെയ്യില്ല. തെറ്റ് ചെയ്യാത്തവരെ ആര് കുടിക്കാൻ ശ്രമിച്ചാലും. ആ ലാപ്ടോപ്പ് തട്ടിപ്പ് കേസിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്തിയത് ആരാണെന്ന് അറിയോ? ഇല്ല, ആരാ? പറയില്ല ജിനു. സാറിന്റെ മകളാ ഋതിക വർമ്മ. എന്റെ മകളോ? യെസ് സർ. അങ്ങനെ വരാ വഴിയില്ലല്ലോ. യെസ് സർ, ദാറ്റ്സ് ദ ട്രൂത്ത്. ഓ, അങ്ങനെയാണെങ്കിൽ അത് അഭിമാനകരമായ ഒരു കാര്യമാണല്ലോ. അഭിമാനം തന്നെയാണ് സർ. അവളെ കുറിച്ച് ഞാൻ ഇത്രയും ഓർത്തില്ല. താങ്ക് യു ലിജൻ, ഈ വിവരം എന്നെ അറിയിച്ചതിന്. ശരി സർ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓക്കെ സർ. ആയിക്കോട്ടെ. അല്ല, രമ്യക്ക് എങ്ങനെയുണ്ട്? അവൾ ഏത് നേരം ഒരേ ഇരിപ്പാ, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുവാ. ആണോ?
രമ്യ ചിന്തിച്ചു കൂട്ടുകയാണെന്ന്. അവളിനി വലുതൊക്കെ എഴുതി തുടങ്ങിയായിരിക്കും. സാരയില്ല രുക്മിണി, സാവധാനമേ മാറിക്കോളും. എന്റെ തലവേദന കൂടുക അംബികെ. ആ രാജുവിന്റെ പെങ്ങടെ വയറ്റിലെ എന്റെ മകന്റെ കുഞ്ഞു വളരുവാ. എനിക്കത് ഇഷ്ടമല്ല അംബികെ. എന്നുവെച്ചാ ഹരീഷ് ആ ശ്രീലക്ഷ്മിയെ ഉപേക്ഷിക്കണം. അതിനുള്ള പണിയാ ഞാൻ ഉണ്ടാക്കുന്നത്. ആണോ? അങ്ങനെയാണോ കാര്യങ്ങള്? അതെ. എങ്കിലേ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ആ വളരുന്ന കുഞ്ഞിനെ അങ്ങില്ലാതാക്ക്. അതിനെന്താ വഴി? വഴിയോ? അതിന് 100 വഴിയല്ലേ രുക്മിണി കിടക്കുന്നേ. ഗർഭിണിയായൊരു പെൺകുട്ടിക്ക് വീട്ടുകാര് പല പലഹാരങ്ങൾ കൊണ്ടുവരില്ലേ? അതില് ഏതെങ്കിലും ഒരു പലഹാരത്തില് കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു നുള്ളു പോയ്സൺ പോരെ രുക്മിണി? ആ പണി കൊള്ളാം. ഒരു കാര്യം ചെയ്യുമ്പോ ഈ കായംകുളം വാള് പോലെ ഇരു തലയ്ക്കും മൂർച്ചയുണ്ടാവണം. രാജുവിന്റെ വീട്ടുകാരുടെ അശ്രദ്ധ കൊണ്ട് ഹരീഷിന്റെ കുഞ്ഞ് പിറക്കും മുൻപേ മരിച്ചു. എങ്ങനെയുണ്ട്? ഇത് സൂപ്പർ.